സുഹൃത്തുക്കളെ, CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും CITUവിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള മുൻ മന്ത്രിയുമൊക്കെയായ ട്രേഡ് യൂണിയൻ നേതാവ് സഖാവ് എളമരം കരീമിനെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും DYFIയുടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും DYFIയുടെ മുൻ ദേശീയ അധ്യക്ഷനുമായിട്ടുള്ള PA മുഹമ്മദ് റിയാസിനെ കുറിച്ചും ഞാൻ വളരെ മോശമായി പറഞ്ഞു എന്ന രീതിയിലുള്ള വ്യാപകമായ ഒരു പ്രചാരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കുറേ ദിവസങ്ങളായി. ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഷാഫിൻ്റെയും രാഹുലിൻ്റെയും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, അവരുമായി ഡെയിലി കമ്മ്യൂണിക്കേഷനുള്ള ആളുകൾ, ഞാനുമായും ഇടയ്ക്ക് ബന്ധപ്പെട്ട് സംസാരിച്ചവർ, അവരോട് ഞാൻ പറഞ്ഞതാണ്, നിർത്തിക്കോ ഈ പരിപാടി ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ സത്യത്തിൽ അവർക്ക് അതിൽ പങ്കില്ല, രാഹുലോ ഷാഫിയോ അറിഞ്ഞിട്ടല്ല ഇത് നടക്കുന്നത്, അവരോട് ഉള്ള താല്പര്യമുള്ള ആളുകൾ പല രീതിയിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്, അവർ പറഞ്ഞിട്ടോ അവരതിന് വേണ്ടി ഇൻസിസ്റ്റ് ചെയ്തിട്ടോ ചെയ്യുന്നതല്ല, അങ്ങനെ അവർ ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നൊരു നീക്കങ്ങൾക്ക് അവർ പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് ഞാനത് വിശ്വസിക്കുന്നു. ഒരു പക്ഷേ കലക്ക വെള്ളത്തിലും മീൻ പിടിക്കാം എന്ന് കരുതിയിട്ട് വീട് കത്തുമ്പോൾ വാഴ വെട്ടുന്നവരുണ്ടാവാം. എന്തായിരുന്നാലും വ്യക്തത വരുത്തണമെന്നാണ് എനിക്ക് കരുതുന്നത്. ഞാൻ CITUവിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി, CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, രാജ്യസഭാ അംഗം, ഇപ്പം നിലവിലാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, മുൻ മന്ത്രി, പല മണ്ഡലത്തിൽ നിന്നായിട്ട് ബേപ്പൂരിൽ നിന്നും ഒരു വട്ടം കോഴിക്കോട് 2 നിന്നും മറ്റുമാണ് തോന്നുന്നു. അവിടെ നിന്ന് 1996 MLA ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. 96 ആദ്യം 2-3 മണിക്കൂർ നേരം ദീർഘനേരം പ്രസംഗിക്കാൻ കഴിയുന്ന ആളാണ്. കിനാലൂർ എസ്റ്റേറ്റിൻ്റെ വിഷയത്തിൻ്റെ സമയത്ത് അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. ആ കിനാലൂരിലാണ് ഇപ്പോൾ എയിംസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ പോയിട്ടുള്ളത്. എളമരം കരീമിനെ വിമർശിക്കുന്നേ, ഇനിയും വിമർശിക്കുന്നേ, പിണറായി വിജയനെ വിമർശിക്കുന്നേ, MAവിനെ വിമർശിക്കുന്നേ, എന്ത് വിമർശനത്തിന് അതീതര അവരെല്ലാം. പാണക്കാട്ട് ഞങ്ങളെ വിമർശിക്കും, കുഞ്ഞാലിക്കുട്ടിനെ വിമർശിക്കും, ഉമ്മൻചാണ്ടിനെ ക്ഷമിക്കണം, മരിച്ചുപോയ കാര്യം വിട്ടുകളെ, VS സുധീരനെ വിമർശിക്കും, രമേശ് ചെന്നിത്തലയെ വിമർശിക്കും, VD സതീഷിനെ വിമർശിക്കും, രാജീവ് ചന്ദ്രശേഖരനെ വിമർശിക്കും, നരേന്ദ്രമോദിനെ വിമർശിക്കും. ഇവരാരും എൻ്റെ എളാപ്പാൻ്റെ കുട്ടികളൊന്നുമല്ല. ഇനി ആണെങ്കിൽ തന്നെ വിമർശിക്കും. സ്വന്തം എളാപ്പാനെയും മുത്താപ്പാനെയും വിമർശിച്ചിട്ടുണ്ട്. സ്വന്തം അച്ഛനോട് വിമർശിച്ച് സംസാരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തിമാർ എന്നെ വിമർശിക്കാറുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിമർശിക്കാറുണ്ട്. എന്താ ആരും വിമർശനത്തിന് അതീതനാണെന്നുള്ള ഒരഭിപ്രായവും എനിക്കില്ല. ദൈവം പോലും വിമർശനത്തിന് അതീതനല്ല എന്ന് വിശ്വസിക്കുന്ന ആളെ. ഈ മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ അപകടങ്ങൾ ഉണ്ടാകുക, കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ഇങ്ങനെ കൊന്നെടുക്കുമ്പോൾ ഈ ദൈവത്തിന് എന്താ പണി? ഇവനെങ്ങോട്ട് നോക്കിയിരിക്കുക, അയാൾക്കെന്താ പണി എന്നുള്ളത് ഞാൻ ചോദിക്കാറുണ്ട്. അത് അള്ളാഹു ആയാലും, അത് ശ്രീകൃഷ്ണനായാലും, അത് യേശുക്രിസ്തു ആയാലും, ആരായാലും ഇവർക്കെന്താ പണി? ഇവരാമാരെ വിമർശിക്കണ്ടേ? ആരോ വിമർശനത്തിന് അതീതര് നാളെ വിമർശിക്കേണ്ടി വന്നാൽ ഇനിയും വിമർശിക്കും, ഒരു സംശയമില്ല. ഞാൻ പറയാത്ത കാര്യം എൻ്റെ വായിൽ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയണം, നിങ്ങൾ വാക്കുകൊണ്ട് പറയണം, അങ്ങനെ പറയണം. അതിൻ്റെ നിയമപരമായ നടപടികൾ നേരിടാനും കൂടി തയ്യാറാവണം. എളമരം കരീം, സഖാവ് എളമരം കരീം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, CITUവിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് തോന്നുന്നു ഇപ്പം, മുൻ മന്ത്രി, നിലവിലുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറിച്ച് ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിമർശിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് റീൽസ് ഇടുന്നതിനെ കുറിച്ച് വിമർശിച്ചിട്ടുണ്ട്, ഒക്കെ വിമർശിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ വിമർശിക്കേണ്ടി വന്നാൽ വിമർശിക്കും. ഞാൻ ആരെയും അടിമയൊന്നുമല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലായിടത്തും വിമർശിക്കും. എന്നെയും വിമർശിക്കാൻ എന്നെ കേട്ടിരിക്കുന്ന, എന്നോട് അടുത്തിടപെടുന്ന, എന്നെ പരിചയമുള്ള, ഞാനുമായി കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന എൻ്റെ അയൽപക്കത്തുള്ള എല്ലാ മനുഷ്യനും, സർവ്വ മനുഷ്യനും അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെ. ഞാനും തികഞ്ഞോളൊന്നല്ലല്ലോ, ഒരു തെറ്റും ചെയ്യാതിരിക്കുമോ, ഒരു നുണയും പറയാത്തവനാണ് ഞാൻ. അങ്ങനെയുണ്ടോ? അങ്ങനെ തികഞ്ഞോല ആരുമില്ല ഇവിടെ. അപ്പോൾ ഇവർ വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രചാരണം ആ രീതിയിൽ നടത്തുന്നുണ്ട്. അവിടെ എൻ്റെ ഫോട്ടോയും അവരുടെ ഫോട്ടോയും കൂടെ വെച്ചിട്ടുള്ള പ്രചാരണങ്ങൾ സ്പെസിഫിക്കായിട്ട് കൃത്യമായിട്ട് പറയണോ, വെല്ലുവിളിക്കുന്ന ഞാൻ ഷാഫിക്കും രാഹുലിനും പങ്കില്ല എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു, ഓക്കെ, വിശ്വാസത്തിലെടുക്കുന്നു. പക്ഷേ ഇത് ഇടുന്നവൻ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയും. അവിടെ ഇവിടെ ഇരുന്നിട്ടുള്ള വ്യാജ ID ഉണ്ടാക്കിയപ്പോലും ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഏത് ലാപ്ടോപ്പ് യൂസ് ചെയ്തു, നിങ്ങൾ ഏത് ഫോൺ യൂസ് ചെയ്തു, IP അഡ്രസ്സ് വെച്ച് പൊക്കാനുള്ള ഏർപ്പാടുകൾ വരെ ഉണ്ടാകുന്ന സംവിധാനങ്ങളുണ്ട്. അത് മനസ്സിലാക്കണം. നിങ്ങൾ വായി തോന്നുന്നിടത്ത് നിങ്ങൾ ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിച്ചിട്ട് മാത്രമൊന്നും കാര്യമില്ല. അതിൽ പലതും പൊക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, വിമർശിക്കുന്ന ആളുണ്ടായാൽ നിന്നെ വിമർശിക്കുന്നേ. അവർ തമ്മിൽ എന്താ പ്രകൃതി വിരുദ്ധ ബന്ധമാണെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ അവരെ എളമരം കരീം എന്നും
മന്ത്രി മുഹമ്മദ് റിയാസ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മുൻ മന്ത്രി എളമരം കരീമെന്ന്, അല്ലെങ്കിൽ CITയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എളമരം കരീം, അഖിലേന്ത്യാ നേതാവ് എളമരം കരീമെന്ന് പറഞ്ഞിട്ടുള്ള, അങ്ങനെ സ്പഷ്ടവും വ്യക്തവും കൃത്യവുമായി ഞാൻ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ സാധനം നിങ്ങൾ കാണിക്കുക. 2, ഈ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും തമ്മിലുള്ളത് വിവാഹമല്ല, വ്യഭിചാരമാണ് എന്ന് കോഴിക്കോട് കടപ്പുറത്ത് പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ കല്ലായി എന്ന് പറയുന്ന ഒരു അബ്ദുറഹിമാൻ എന്തോന്ന് പറഞ്ഞൊരു വൃത്തികെട്ടവൻ പ്രസംഗിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും രൂക്ഷമായിട്ട് സംസാരിച്ചിട്ടുള്ള ഞാൻ. മുസ്ലിം ലീഗിൽ എനിക്ക് പരിചയമുള്ള പലരോടും ഞാൻ പറഞ്ഞു, ഇമാതിരിയുള്ള വിഴുപ്പിനെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കരുതെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് വഖഫിനെ ഭഞ്ചിച്ച കഥ വരെ എൻ്റെ അടുത്തുണ്ട്, എടുത്ത് അലക്കിപ്പിക്കരുത് തന്നെ കൊണ്ട്. പള്ളി, മുസ്ലിങ്ങളെ ആരാധിക്കാൻ പോകുന്ന പള്ളിയുടെ പൈസ കക്കാൻ നോക്കിയവനാ. എന്നിട്ടാണ് ഇത് വ്യഭിചാരാണെന്ന് പറഞ്ഞു നടന്നത്. വിവാഹമല്ല, വ്യഭിചാരാണെന്ന്. അയാളെ മക്കളൊക്കെ നിരപരാധികളായതുകൊണ്ട് അവരെക്കാണ് ആ പണി എന്നുള്ളത് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. അവനാ പണി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. വയസ്സ് എന്ന കാക്ക കുടിയിലോട്ട് കാല് നീട്ടിയിരിക്കുക. എന്നിട്ട് എൻ്റെ വായിൽ വെറുതെ ഇങ്ങനെ ഇട്ട് കോലിട്ട് ഇളക്കരുത്. ഇന്നലെ സുരേഷ് ബാബു സഖാവ് പറഞ്ഞ പോലെ കോലിട്ട് ഇളക്കാൻ വരണ്ട. ഇനി നിങ്ങൾ എന്താണ് ഈ വിഹിതവും അവിഹിതവുമായ ബന്ധമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് പ്രകൃതിപരവും പ്രകൃതി വിരുദ്ധവുമായ ബന്ധമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഗൾഫിൽ ചോദിച്ച കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ സവർഗരതിയിൽ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്ന ഒമാനികൾ, ഈ ഈജിപ്ഷ്യൻസ്, പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികൾ, ഇവരൊക്കെയാണ്. ഇവർ നേപ്പാളികളെയും ഈ ഫിലിപ്പീൻസിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ, പയ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ട്രോൺ ചെയ്യാൻ നോക്കും. അതൊരു മാനസികമായിട്ടുള്ള പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് കരുതി ഒരാൾ ബൈസെക്ഷൽ ആവുന്നതോ, എനിക്കൊക്കെ ഡയറക്റ്റ് സെക്സ് ഉള്ളത്, എനിക്കൊരു പെണ്ണിനോട് മാത്രമേ ലൈംഗികമായ ഒരു അഭിനിവേശം ജീവിതത്തിൽ ഇന്ന് വരെ തോന്നിയിട്ടുള്ളൂ. സ്ത്രീകളല്ലാതെ വേറെ ആരോടും എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ അത് കരുതിയിട്ട് അങ്ങനെ തോന്നുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഒരാൾക്ക് ആണിനോട് മാത്രം തോന്നുന്നത്, ഗേ ആവുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഒരു പെണ്ണിനോട് മാത്രം തോന്നുന്നു, ലെസ്ബിയൻ ആവുന്നു, അത് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ബൈസെക്ഷൽ ആവുന്നതിന് തെറ്റാണെന്നുള്ള അഭിപ്രായമില്ല. ഒരേ സമയം ഒരു സ്ത്രീക്ക് സ്ത്രീയോടും പുരുഷനോടും സെക്സ് ചെയ്യാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു പുരുഷനോടും സ്ത്രീയോടും സെക്സ് ചെയ്യാൻ തോന്നുന്നു, അത് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഹോമോസെക്സ് എന്നൊക്കെ പറയുന്നത് പിന്നത്തെ പാവമായിരുന്നു എന്നൊക്കെ കരുതുന്ന രീതിയിലുള്ളത്, അത് ചിലതൊക്കെ എനിക്ക് തോന്നുന്നു, ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് ആവശ്യമായ കൗൺസിലിങ്ങും മാനസികമായ ചികിത്സയും ഒക്കെ വല്ല മന്ത്രവാദികളുടെ അടുത്തും ഇവരുടെ അടുത്തും കൊണ്ടുപോയിട്ട് വെള്ളം ഊതി കുടിക്കാതെ കൃത്യമായ ചികിത്സ കിട്ടിയാൽ മാറ്റാവുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂസാണ്. മറ്റു ചിലതെന്ന് പറയുന്നത് അത് ജനിതകമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അതിനകത്ത് ഒരു ശാസ്ത്രമുണ്ട്, സയൻസ് ഉണ്ട്, അതുണ്ടാവും. അതൊന്നും തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത്തരം വിവിധ ലൈംഗിക അഭിരുചികളുള്ള, അത്തരം ആഭിമുഖ്യങ്ങളുള്ള, വൈവിധ്യമാർന്ന ആഭിമുഖ്യങ്ങളുള്ള, വ്യത്യസ്തതയുള്ള ലൈംഗിക ടേസ്റ്റുകളുള്ള പല ആളുകളുമായിട്ടും എനിക്ക് സൗഹൃദമുണ്ട്. പലരുമായിട്ട് ഓപ്പൺ കൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയാത്ത കാര്യം എൻ്റെ വായൽ കയറ്റി വെക്കാൻ നിൽക്കണ്ട. അങ്ങനെ പറയാനുള്ളൂ, കൃത്യമായിട്ട് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ആരോപണം ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് ആരോപണം ഉന്നയിക്കുക. എൻ്റെ തലയിൽ കൊണ്ടൊന്ന് കെട്ടി വെക്കണ്ട. ഞാൻ വീണ്ടും പറയുന്നു, റിയാസിൻ്റേതും കൃത്യമായിട്ട് പറയുക, കൃത്യമായി പേര് പറയുക. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റേതും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയുടെയും തമ്മിലുള്ളത് വിവാഹമല്ല, വ്യഭിചാരമാണ് എന്ന് പറഞ്ഞതിനെ ഏറ്റവും ശക്തമായി അതിരൂക്ഷമായ ഭാഷയിൽ ഇതേ പ്ലാറ്റ്ഫോമിലിരുന്ന് എൻ്റെ സ്വന്തം ചാനലിലിരുന്ന് വിമർശിച്ച ആളാണ് ഞാൻ. മുഹമ്മദ് റിയാസിനെയും എളമരം കരീമിനെയും ചേർത്തുകൊണ്ട് നിങ്ങളിപ്പോൾ നടത്തുന്ന അപവാദ പ്രചരണം അങ്ങനെ ഞാൻ നടത്തിയിട്ടില്ല എന്ന് അടിവരയിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ ഭാഗമായി വരുന്ന എന്ത് സാധനവും നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് പബ്ലിക് ഡൊമൈനിലേക്ക് ഇടാം. വാലും തുമ്പില്ലാതെ അവിടെ ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല. കാരണം അതിൻ്റെയൊക്കെ ഇടയിൽ ഇത് സാങ്കല്പികമാണ്, യാദൃശ്ചികമാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി തരാനൊന്നും എനിക്ക് ഒഴിവില്ല. എനിക്ക് പറയാനുണ്ടെങ്കിൽ പേരെടുത്തന്നെ പറയുമല്ലോ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഷാഫി പറമ്പിലിനെയും നിങ്ങൾ മാനനഷ്ട കേസ് കൊടുക്കുക, ക്രിമിനൽ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആവർത്തിച്ച് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും ശോഭാ സുബിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പോലെയുള്ള അത്തരം അടിമത്ത ബോധവും അത്തരം അബദ്ധസഞ്ചാരവും മുഹമ്മദ് റിയാസിന് ഉള്ളതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല എന്ന കാര്യം കൂടി വ്യക്തമായി പറഞ്ഞുകൊണ്ട്, ശോഭാ സുബിൻ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റതാണ്,
വരുന്നുണ്ട് വൈത്താലേ സാധനം. അവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ചികിത്സിക്കുക, അല്ലെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുക, അത് ചെയ്യാന്നല്ലാതെ അതേ കുഴപ്പങ്ങൾ റിയാസിനുണ്ടെന്ന് വരുത്തി തീർക്കാനും വിഷയത്തെ സമീകരിക്കാനും ലഘൂകരിക്കാനും ലളിതവൽക്കരിക്കാനും സാമാന്യവൽക്കരിക്കാനുമുള്ള ശ്രമവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പടച്ചോണൊന്നല്ല, എനിക്ക് നിങ്ങളെ രക്ഷിക്കലല്ല പണി. ഇതിപ്പോൾ ഇതിങ്ങനെ കൂടി ദിവസങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനത്തെ പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തീരുമാനിച്ചത്. ഇത്രയും ദിവസം ഞാൻ അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എവിടെ വരെ പോകും നോക്കാമെന്നാണ് കരുതിയേ. ഇപ്പം സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ നീ ഒന്ന് പറഞ്ഞേ പറ്റുള്ളൂ, ചെറിയ തുറക്കം ഇട്, ബാക്കി നമുക്ക് പിന്നെ നോക്കാമെന്നാണ് പറഞ്ഞത്. ഇത് ചെറിയ തുറക്കം മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, തുടക്കം തൊട്ടേ ഞാൻ പറയുന്നുണ്ട്, വെറുതെ ഇടയ്ക്ക് തോന്നുമ്പോൾ ഒരു പൂത്തിരി കത്തിക്കും, ഒരു കമ്പിത്തിരി കത്തിക്കും, ഓരോ ഓലപ്പടക്കം എറിയും. ഇതേ നമ്മൾ ചെയ്യണുള്ളൂ. മര്യാദയ്ക്കുള്ള സാമ്പിൾ വെടിക്കെട്ടിലേക്ക് പോലും കടന്നിട്ടില്ല. യഥാർത്ഥ തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നതേ ഉള്ളൂ. ലെറ്റ് us wait and see till end of the March. അത്ര മാത്രമേ പറയുന്നുള്ളൂ. കളിപ്പിക്കരുതേ കേട്ടോ. ഓക്കെ എന്നാൽ, ഗുഡ് നൈറ്റ്.